ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു പ്രോഗ്രാമിംഗ് ഇൻ സി. അതായത് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് സെമസ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സബ്ജക്റ്റാണ് പ്രോഗ്രാമിംഗ് ഇൻ സി. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു പ്രോഗ്രാമിംഗ് ഇൻ സിയുടെ സിലബസിൻ്റെ സ്ട്രക്ചറാണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ബദറുദ്ദീൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിൽ ഈ ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ഇൻ സി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി S1 അൽഗോറിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്നുള്ളൊരു സബ്ജക്റ്റ് പഠിച്ചതാണ്. അത് പഠിച്ചവർക്ക് ഈ ഒരു സബ്ജക്റ്റ് വളരെ സിമ്പിൾ ആയിരിക്കും, ഫോളോ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും. അതായത് ഇതും ഒരു പ്രോഗ്രാമിംഗ് സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് കോഡ് നോക്കിക്കഴിഞ്ഞാൽ GXEST204 ആണ് ഇതിൻ്റെ കോഴ്സ് കോഡ് വരുന്നത്. ഇത് ടോട്ടല് ഒരു 4 ക്രെഡിറ്റ് കോഴ്സാണ്. 4 ക്രെഡിറ്റ് കോഴ്സാണ്. അപ്പോൾ ഇതിന്റെ ടീച്ചിങ് ഹവേഴ്സ് വരുന്നത് നിങ്ങൾക്ക് വീക്കിലി 5 ഹവേഴ്സ് ആണ് ഈ ഒരു സബ്ജക്റ്റിന് ഉണ്ടായിരിക്കുക. അതിൽ 3 ഹവേഴ്സ് നിങ്ങൾക്ക് ലെക്ചർ ഹവേഴ്സ് ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സിലബസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും LTPR എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സിലബസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ L മീൻസ് ലെക്ചർ ഹവേഴ്സ് ആണ്. അപ്പോൾ ഒരു വീക്കിലി നിങ്ങൾക്ക് 3 ഹവേഴ്സ് നിങ്ങൾക്ക് ലെക്ചർ ഹവേഴ്സ് ഉണ്ടായിരിക്കും, ക്ലാസ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ ഇതിന് ട്യൂട്ടോറിയൽ ഹവേഴ്സ് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് T എന്ന് പറഞ്ഞാൽ ട്യൂട്ടോറിയൽ ഹവർ ആണ്, അത് 0 ആണ്. ദെൻ P മീൻസ് പ്രാക്ടിക്കൽ ഹവേഴ്സ്. പ്രാക്ടിക്കൽ ഹവേഴ്സ് നിങ്ങൾക്ക് 2 ഹവർ ലാബ് ഉണ്ടായിരിക്കും. അതായത് വീക്കിലി 3 ഹവേഴ്സ് നിങ്ങൾക്ക് ലെക്ചർ ഹവേഴ്സ് ക്ലാസ് ഉണ്ടായിരിക്കും, പിന്നെ 2 ഹവർ നിങ്ങൾക്ക് ലാബ് ആയിരിക്കും, പ്രാക്ടിക്കൽ സെഷൻ ആയിരിക്കും. അങ്ങനെ ടോട്ടൽ 5 ഹവേഴ്സ് ആണ് നിങ്ങൾക്ക് വീക്കിലി ഈ ഒരു സബ്ജക്റ്റിന് വരുന്നത്, 5 ഹവേഴ്സ്. പിന്നെ ഇതൊരു റിസർച്ച് ഓറിയന്റഡ് സബ്ജക്റ്റ് അല്ല, സോ അതിന് 0 ആണ് ഹവേഴ്സ് ഉള്ളത്. സോ വീക്കിലി 5 ഹവേഴ്സിൽ 3 ഹവർ ലെക്ചർ ഹവേഴ്സും 2 ഹവേഴ്സ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ലാബ് ഹവേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. നിങ്ങൾ അൽഗോറിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ സബ്ജക്റ്റ് പോലെ തന്നെ വീക്കിലി 5 ഹവർ ഉണ്ടായിരിക്കുക. ടോട്ടല് 4 ക്രെഡിറ്റ് കോഴ്സാണ്. പിന്നെ ഇതിൻ്റെ പ്രീ റിക്വസൈറ്റ്സ് പറയുന്നത് നണ്ണാണ്. ഒരു സബ്ജക്റ്റും നിങ്ങൾ മുമ്പ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോളജ് വേണമെന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ സി പ്രോഗ്രാമിംഗ് പഠിക്കുന്നത് ഫ്രം സ്ക്രാച്ച്, ബേസ് മുതൽ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രീ റിക്വസൈറ്റ്സ് ആയിട്ട് നിങ്ങൾക്കൊന്നും മുമ്പ് പഠിച്ചിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി പൈത്തൺ പഠിച്ചവർക്ക്, അൽഗോറിതമിക് തിങ്കിങ് വിത്ത് പൈത്തണിൽ പൈത്തൺ പ്രോഗ്രാമിങ്ങിന്റെ ഒരു കൺസെപ്റ്റ് ഉള്ളവർക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. സി പ്രോഗ്രാമിംഗ് പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ മാർക്കിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ 40 മാർക്സിലായിരിക്കും ഉണ്ടായിരിക്കുക. 40 മാർക്സ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്കായിട്ടുണ്ടായിരിക്കും. എൻഡ് സെമസ്റ്റർ എക്സാം മാർക്ക് എന്ന് പറഞ്ഞാൽ 60 മാർക്സ് ആയിരിക്കും. സോ ടോട്ടൽ 100ൽ നിങ്ങൾക്ക് 40 മാർക്സ് ഇന്റേണൽ എക്സാമിന്റെ മാർക്കായിട്ട് എടുക്കും, 60 മാർക്സ് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ മാർക്കായിട്ട് വരും. ഔട്ട് ഓഫ് 60ലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം എക്സാം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹവേഴ്സ് 30 മിനിറ്റ്സ് ആണ്. അതായത് 24 സ്കീമിന്റെ എല്ലാ എക്സാംസും, തിയറി എക്സാംസ് എല്ലാം 2 ഹവർ 30 മിനിറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ 60 മാർക്കായിരിക്കും യൂണിവേഴ്സിറ്റി എക്സാമിന് ഉണ്ടായിരിക്കുക. ഈ 60ൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ അതിൻ്റെ 40% ആണ് പാസ്സാവാൻ വേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ 40% എന്ന് പറഞ്ഞാൽ 24 മാർക്സ് ആണ് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് വേണ്ടി വരിക, യൂണിവേഴ്സിറ്റി എക്സാമിന് പാസ്സാവാൻ വേണ്ടി വരും. അപ്പോൾ ബാക്കി വരുന്ന, അതായത് 50% ബാക്കി എത്ര വരും? 36 അല്ലേ, സോറി 26. സോ 26 + 24 50. അതായത് 50% ആണ് നിങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാം, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് പാസ്സാവാൻ നിങ്ങൾക്ക് വേണ്ടി വരിക 50% ആണ്. സോ ഔട്ട് ഓഫ് 60ൽ, യൂണിവേഴ്സിറ്റി ഔട്ട് ഓഫ് 60ൽ യു ഹാവ് ടു സ്കോർ 24 മാർക്സ്. 24 മാർക്സ് സ്കോർ ചെയ്യുകയാണെങ്കിൽ, ഇന്റേണൽ മാർക്ക് ഉള്ളവന് 24 മാർക്ക് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവന് ഈ സബ്ജക്റ്റ് പാസ്സാവും. അതുപോലെ നിങ്ങൾ ഇന്റേണൽ കിട്ടാൻ നിങ്ങൾ മിനിമം 26 എങ്കിലും മേടിച്ച് വെക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് 24 കിട്ടിയിട്ട് കാര്യമുള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് ഇന്റേണൽ എക്സാമിന് അല്ലെങ്കിൽ ഇന്റേണൽ മാർക്കായിട്ട് നിങ്ങൾക്ക് 25 ഉള്ളൂ എന്ന് കരുതുക, 26 അല്ല 25 ഉള്ളൂ എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻഡ് സെമസ്റ്റർ എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ 25 സ്കോർ ചെയ്യേണ്ടി വരും.
അതായത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50% മാർക്ക് കിട്ടണം. ഔട്ട് ഓഫ് 100-ൽ 50% മാർക്ക് കിട്ടണം. അത്രയേ ഉള്ളൂ ഇതിന്റെ കൺസെപ്റ്റ്. അത് ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും 50% മാർക്ക് നിങ്ങൾക്ക് വേണം. യൂണിവേഴ്സിറ്റി എക്സാമിന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ 40% മാർക്കെങ്കിലും സ്കോർ ചെയ്യണം, എങ്കിലേ പാസ് ആവുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ എക്സാം ഡ്യൂറേഷൻ 2 hours 30 minutes ആണ്. ഇതൊരു തിയറി ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ ഓവറോൾ പിക്ചർ. ഇത് നിങ്ങളെ സിലബസിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ഇവാലുവേഷൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ CIE എന്ന് പറഞ്ഞിട്ട് ഒരു 40 മാർക്ക് പറഞ്ഞു അല്ലെ. ഈ 40 മാർക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് അറ്റൻഡൻസിന് നിങ്ങൾക്ക് 5 മാർക്ക് ഉണ്ടായിരിക്കും. അറ്റൻഡൻസിന് 5 മാർക്ക് ഉണ്ടായിരിക്കും. അത് തന്നെ ഈ 5 മാർക്ക് തന്നെ നിങ്ങളെ അറ്റൻഡൻസ് പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് 90 to 100 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് പെർസെൻറ്റേജ് 90 to 100 ആണെങ്കിൽ നിങ്ങൾക്ക് 5 out of 5 മാർക്ക് കിട്ടും. ഇനി അതിന്റെ താഴോട്ട് ഓരോരോ ഡിവിഷൻ വരുന്നുണ്ട്. അതായത് 85 to 90, 80 to 85 അങ്ങനെ താഴോട്ട് കുറഞ്ഞു വരും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ മാക്സിമം മാർക്കിനെ സ്കോർ ചെയ്യാൻ നോക്കുക. അതായത് ക്ലാസ് ഒന്നും മിസ്സാവാണ്ട്, അറ്റൻഡൻസ് ഒന്നും മിസ്സാവാണ്ട് മാക്സിമം 5 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന ഒരു മാർക്കാണ്. ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാർക്കാണത്. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാം. പിന്നെ വരുന്നത് കണ്ടിന്യൂസ് അസസ്മെന്റ് ഇൻ ലാബ്. നിങ്ങളെ ലാബിൽ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഓരോരോ ദിവസം 1-2 പ്രോഗ്രാംസ് നിങ്ങൾക്ക് ലാബ് സ്റ്റാഫ് അല്ലെങ്കിൽ സ്റ്റാഫ് നിങ്ങൾക്ക് ചെയ്യാൻ തരും. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് കാണിച്ച് റഫ് റെക്കോർഡിൽ നിങ്ങളെ സൈൻ മേടിക്കുക. അപ്പൊ അതിനാണ് കണ്ടിന്യൂസ് അസസ്മെന്റ് ഇൻ ലാബ്. ചില കോളേജുകളിൽ വൈവയും കൂടി നടത്താറുണ്ട്. പക്ഷെ വൈവ നടത്താനുള്ള ടൈമൊന്നും കിട്ടാറില്ല. കാരണം 2 മണിക്കൂറേ നിങ്ങൾക്ക് ലാബ് വരുന്നുള്ളൂ. അപ്പൊ ഈ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഓരോരുത്തരും ഔട്ട്പുട്ട് വെരിഫൈ ചെയ്ത് റഫ് റെക്കോർഡ് സൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ് റെക്കോർഡിൽ എഴുതാനൊന്നും ടൈം കിട്ടില്ല. 1-2 പ്രോഗ്രാം ഒക്കെ നിങ്ങൾക്ക് ലാബിൽ തരും ഒരു ലാബിൽ ചെയ്യാൻ. കാരണം അറൌണ്ട് 25 ലാബ് എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അത്രയും എക്സ്പെരിമെന്റ്സ് ഈ ഒരു സെമസ്റ്ററിൽ ചെയ്ത് തീർക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടിന്യൂസ് അസസ്മെന്റ് ഇൻ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലാബിൽ തരുന്ന എക്സ്പെരിമെന്റ് നിങ്ങൾ അവിടെ തന്നെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് റഫ് റെക്കോർഡിൽ എഴുതി സൈൻ മേടിക്കുക. അതിനാണ് ഈ കണ്ടിന്യൂസ് അസസ്മെന്റ് ലാബിലെ മാർക്ക് 5 മാർക്ക്. സോ ഔട്ട് ഓഫ് 40-ൽ 10 മാർക്ക് അങ്ങനെ പോയി. അറ്റൻഡൻസ് മാർക്കിന് അറ്റൻഡൻസ് 5, കണ്ടിന്യൂസ് അസസ്മെന്റ് ലാബ് 5. പിന്നെ ഉള്ളത് നിങ്ങളെ ഇന്റേണൽ എക്സാമിനേഷൻ ആണ്. സീരീസ് എക്സാം 1 ഫസ്റ്റ് സീരീസ് എക്സാമിന് 10 മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് എക്സാം ക്വസ്റ്റ്യൻ ചിലപ്പോൾ 50 മാർക്ക് ഉണ്ടാവും. പക്ഷെ അതിനെ 10-ലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതേപോലെ സീരീസ് എക്സാം 2 ഉണ്ടായിരിക്കും. അപ്പൊ ഇത് രണ്ടും റിട്ടേൺ എക്സാം ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സീരീസ് 1, സീരീസ് 2 രണ്ട് സീരീസ് എക്സാം. സാധാരണ നിങ്ങൾ എക്സാം എഴുതുന്ന പോലെ സീരീസ് എക്സാം. പിന്നെ നിങ്ങൾക്ക് ഒരു മൂന്നാമതൊരു എക്സാം ഉണ്ടായിരിക്കും. ഇത് ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെയല്ല. സി പ്രോഗ്രാമിംഗ് ഞാൻ പറഞ്ഞൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരു ലാബ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ലാബിന്റെ ഒരു എക്സാം ഉണ്ടായിരിക്കും, ലാബ് എക്സാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ 3 സീരീസ് എക്സാം ആണ് ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കുക. മറ്റുള്ള സബ്ജക്റ്റ് ഒക്കെ ആകെ 2 സീരീസ് എക്സാമേ ഉണ്ടായിരിക്കുള്ളൂ. ഇതിന് 3 സീരീസ് എക്സാം ഉണ്ടായിരിക്കും. മൂന്നാമത്തെ സീരീസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാബ് എക്സാം ആയിരിക്കും. ലാബ് എക്സാമിന് നിങ്ങൾക്ക് 10 മാർക്കാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ടോട്ടല് 30 മാർക്കാണ് എക്സാമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. കണ്ടിന്യൂസ് അസസ്മെന്റിന് 5, അറ്റൻഡൻസിന് 5, ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 40 മാർക്ക്. സോ 40 മാർക്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ന് പറയുള്ളൂ 26 എങ്കിലും നിങ്ങൾ കിട്ടിയിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് 24 കിട്ടിയാൽ പാസ്സാവുള്ളൂ. അപ്പൊ ഏറ്റവും ബെറ്റർ നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. 40 out of 40 സ്കോർ ചെയ്യാൻ നോക്കുക. എങ്കിലേ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് നല്ലൊരു ക്രെഡിറ്റ് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു ഗ്രേഡ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ നല്ലൊരു ഗ്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പോർഷന് 40% മാർക്ക് ഇന്റേണൽ എക്സാമിൽ നിന്നാണ് പോകുന്നത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതിന്റെ ഇന്റേണൽ എക്സാമിന്റെ മാർക്ക് ഇങ്ങനെയാണ് വരുന്നത്. അതേപോലെ എൻഡ് സെമസ്റ്റർ എക്സാം അതിന്റെ പാറ്റേൺ മാർക്കിംഗ് എങ്ങനെയാണുള്ളത് നോക്കാം. നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന് അത് 2 പാർട്ടാണ് വരിക. പാർട്ട് എയും ഉണ്ടായിരിക്കും, പാർട്ട് ബിയും ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എൻഡ് സെമസ്റ്റർ എക്സാമിന് നിങ്ങൾക്ക് ഔട്ട് ഓഫ് 60 ആണ് വരിക. 60-ലാണ് നിങ്ങളെ മാർക്ക് ഉണ്ടായിരിക്കുക. അതിൽ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ടായിരിക്കും. പാർട്ട് എയില് ടോട്ടൽ നിങ്ങൾക്ക് 4 മൊഡ്യൂളാണ് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത് അല്ലെ. 4 മൊഡ്യൂളാണ് വരുന്നത്. ഈ 4 മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും.
അപ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവുക? പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 4 മൊഡ്യൂളാണ്. അങ്ങനെ ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക പാർട്ട് എയിൽ. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ് ഉണ്ടായിരിക്കുക. സോ ടോട്ടൽ 24 മാർക്സിനാണ് പാർട്ട് എ ക്വസ്റ്റ്യൻ ചോദിക്കുക. പാർട്ട് ബിക്കകത്ത് നിങ്ങൾക്ക് 4 മൊഡ്യൂളാണുള്ളത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 9 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അങ്ങനെ 36 മാർക്കിനായിരിക്കും പാർട്ട് ബിയിലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ടോട്ടല് അങ്ങനെ 60 ടോട്ടൽ വരിക. അപ്പൊ ഇവിടെ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് എസ് ആയിട്ടാണ് ചോദിക്കുക. പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻ ചോദിക്കും. മൊഡ്യൂൾ 1ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും, മൊഡ്യൂൾ 2ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും, മൊഡ്യൂൾ 3 2 ക്വസ്റ്റ്യൻ, മൊഡ്യൂൾ 4 2 ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. ഒന്നെങ്കിൽ അത് ഓപ്ഷനാണ്. അപ്പോൾ മൊഡ്യൂൾ 1ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ 2 ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ ഒരു ക്വസ്റ്റ്യന്, ഇവിടെ 2 questions will be given from each module, out of which 1 question should be answered. ക്ലിയർ ആണല്ലോ പാർട്ട് ബിയിലത്തെ ഓപ്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ 8 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 8 ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഈ 4 ക്വസ്റ്റ്യൻ തന്നെ ഒരു മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 36 മാർക്ക്. അപ്പൊ ഔട്ട് ഓഫ് 60 നിങ്ങൾ 24 മിനിമം ആണ്. 24 നിങ്ങൾ മിനിമം സ്കോർ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പാസ് ഓർ ഫെയിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. 24 ബിലോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിൽ ആകും. 24 എബവ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഗ്രേഡ് എത്രത്തോളം നിങ്ങൾക്ക് ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ 24 കിട്ടുന്നവന് ഇന്റേണൽ എക്സാമിന് 26 മിനിമം കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ 26 + 24 50 ആവുള്ളൂ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ. ഇനി ഇതിനകത്ത് ഈ ഒരു സബ്ജക്റ്റിനകത്ത് പ്രോഗ്രാമിംഗ് ഇൻ സി എന്നുള്ള സബ്ജക്റ്റിനകത്ത് ഓരോ മൊഡ്യൂളിനകത്ത് എന്താണ് പഠിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു ഇതൊരു പ്രോഗ്രാമിംഗ് സബ്ജക്റ്റാണ്. നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിച്ചു. അതേപോലത്തെ വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി പ്രോഗ്രാമിംഗ്. ഇനി അടുത്ത സെമ്മിൽ 3rd സെമസ്റ്ററിൽ നിങ്ങൾക്ക് ജാവ പ്രോഗ്രാമിംഗ് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പ്രോഗ്രാമിംഗിന്റെ കൺസെപ്റ്റ് ഓൾറെഡി ഉള്ളവന് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വളരെ ഈസിയാണ്. 100 ഔട്ട് ഓഫ് 100 സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് പ്രോഗ്രാമിംഗ് സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത. പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അല്ലാത്തവൻക്കോ വളരെ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും ഈ ഒരു സബ്ജക്റ്റ്. അപ്പൊ നിങ്ങൾ പ്രോഗ്രാമിന്റെ കൺസെപ്റ്റ് എപ്പോഴും ക്ലിയർ ആവാൻ നോക്കുക. അതിന്റെ സിന്റാക്സും അതിന്റെ ലോജിക്ക് വെച്ചിട്ട് പ്രോഗ്രാം എഴുതാനുള്ള കഴിവും ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രാമിംഗ് ബൈഹാർട്ട് പഠിക്കരുത്. ഒരിക്കലും പ്രോഗ്രാമിംഗ് ബൈഹാർട്ട് പഠിക്കരുത്. നിങ്ങൾ മാക്സിമം പ്രോഗ്രാംസ് ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പ്രോഗ്രാംസ് ചെയ്യാൻ പല ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യാം. അതിന്റെ ഏതെങ്കിലും കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ഇപ്പോൾ പൈത്തൺ ആണെങ്കിൽ പൈത്തൺ ഇന്റർപ്രറ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രോഗ്രാം ചെയ്യാം. ഇനി സി പ്രോഗ്രാം ആണെങ്കിൽ സിയുടെ കമ്പൈലർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ലിനക്സിലൊക്കെ ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് അതിനകത്ത് തന്നെ ഓൾറെഡി ഉണ്ടായിരിക്കും. ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കമ്പൈലർ ടൂൾ യൂസ് ചെയ്തിട്ടെങ്കിലും ഗൂഗിൾ ചെയ്താൽ മതി. ഓൺലൈൻ സി കമ്പൈലർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ലിങ്കുകൾ കിട്ടും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ. അപ്പോൾ പ്രോഗ്രാമിംഗ് ചെയ്ത് തന്നെ പഠിക്കണം. ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു എക്സ്പേർട്ട് ആവാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രോഗ്രാമിംഗ് പോലുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇതിൽ മൊഡ്യൂൾ 1-നകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സിയുടെ ഫണ്ടമെന്റൽസ് ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് സി പ്രോഗ്രാമിംഗ്. ഇതിൽ കുറേയൊക്കെ ടേംസ് ഓൾറെഡി നിങ്ങൾ പൈത്തണിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. കീവേഡ്, ഐഡന്റിഫയർ ഒക്കെ ഓൾറെഡി നിങ്ങൾ പൈത്തണിൽ പഠിച്ചതാണ്. കോൺസ്റ്റൻസ് എന്താണ്, വേരിയബിൾസ് എന്താണ്, ഡാറ്റ ടൈപ്സ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഓപ്പറേറ്റേഴ്സ്, അതായത് അരിത്മെറ്റിക്, ലോജിക്കൽ, റിലേഷണൽ ഓപ്പറേറ്റർ ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. ഓപ്പറേറ്റർ, പ്രസിഡൻസ്, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പൈത്തണിൽ പഠിച്ചു. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ പൈത്തണിൽ ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷനാണ് പഠിച്ചത്. ഇവിടെ പ്രിന്റ് എഫ്, സ്കാൻ എഫ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സി പ്രോഗ്രാമിന്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്നുള്ളത്, അവിടെ നിന്നിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുവരെയുള്ളത് എന്താണ്, സിയുടെ ഫണ്ടമെന്റൽസ് ആണ്. പ്രോഗ്രാമിംഗ് ചെയ്യാനുമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്, ഈഫ് എൽസ്, അതുപോലെ സ്വിച്ച്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്, നെസ്റ്റഡ് ലൂപ്സ്. അതിൽ കുറേയൊക്കെ ടേംസ് ഓൾറെഡി നിങ്ങൾ പൈത്തണിൽ പഠിച്ചത് തന്നെയാണ്. പക്ഷേ ഇവിടെ സിന്റാക്സിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ.
ദെൻ മൊഡ്യൂൾ 2 വന്നു കഴിഞ്ഞാൽ അറേയുടെ കൺസെപ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ പൈത്തണിൽ ലിസ്റ്റ് പഠിച്ചു, ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി ഒക്കെ പഠിച്ചു. അതേപോലെ ഇവിടെ നമുക്ക് അറേ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു വേരിയബിളിനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡ്, അതാണ് അറേസ്. അറേസ് ആണ് മൊഡ്യൂൾ 2 പഠിക്കാനുള്ളത്. അത് സിംഗിൾ ഡയമെൻഷണൽ അറേ ഉണ്ട്, 2 ഡയമെൻഷണൽ അറേ ഉണ്ട്. 2 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ്, അതായത് റോസും കോളംസും ആയിട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡ്. അതാണ് മൊഡ്യൂൾ 2 പഠിക്കാനുള്ളത്, 2 ഡയമെൻഷണൽ അറേസ്. അതുപോലെ സ്ട്രിംഗ് അറേ, ദെൻ സോർട്ടിംഗ് മെക്കാനിസം, ദെൻ സീക്വൻഷ്യൽ സെർച്ച് മെക്കാനിസം. ഈ 2 മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സോർട്ടിംഗ് ആൻഡ് സീക്വൻഷ്യൽ സെർച്ചിങ്. അതായത് നമ്പേഴ്സ്, കുറെ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്യുക, അതുപോലെ ഒരു അറേക്കകത്ത് ഒരു പർട്ടിക്കുലർ എലമെന്റ് സെർച്ച് ചെയ്യുക, അതൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ സ്ട്രിങ്ങിന്റെ കൺസെപ്റ്റ്, സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്, അതാണ് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. തേർഡ് മൊഡ്യൂളിൽ ഫങ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഫങ്ഷൻസ്, സ്ട്രക്ചേഴ്സ്, സ്റ്റോറേജ് ക്ലാസ്സസ്, ഈ 3 കൺസെപ്റ്റ് ആണ് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഫങ്ഷൻസ് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നിങ്ങൾ പൈത്തണിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും പ്രോഗ്രാം ഡീകമ്പോസിഷൻ. അതായത് ഒരു കോംപ്ലക്സ് പ്രോഗ്രാം അല്ലെങ്കിൽ കോംപ്ലക്സ് ടാസ്ക് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിനെ ഡിഫറെന്റ് സബ് ടാസ്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. പ്രോഗ്രാം കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് സബ് ടാസ്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇതേപോലെ ഒരു വലിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിനെ നിങ്ങൾ ഡിഫറെന്റ് കുഞ്ഞു ചെറിയ ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫങ്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. ഫൈനലി ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വലിയൊരു പ്രോഗ്രാം ആക്കി മാറ്റാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ സ്ട്രക്ചർ എന്നുള്ളൊരു കൺസെപ്റ്റ് വേറൊരു ടൈപ്പ് ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ്. നിങ്ങൾ ലിസ്റ്റ്, അറേ ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് സ്ട്രക്ചർ. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ സ്റ്റോറേജ് ക്ലാസ്സസ്, അതായത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 4 മെത്തേഡ്സ് ഉണ്ട്. ആ 4 മെത്തേഡ്സ് ആണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓട്ടോമാറ്റിക്, സ്റ്റാറ്റിക്, എക്സ്റ്റേണൽ, രജിസ്റ്റർ, ഈ 4 മെത്തേഡിൽ വാല്യൂ എങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. 4ാമത്തെ മൊഡ്യൂളിൽ പോയിന്റേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾ പൈത്തണിൽ പഠിക്കാത്തൊരു കാര്യമാണ്, പോയിന്റേഴ്സ്. അതായത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ, ഞാൻ പറഞ്ഞു വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലാണ് അല്ലെ, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ മെമ്മറിയിൽ ഓരോ ലൊക്കേഷനും ഓരോരോ അഡ്രസ് ഉണ്ട്. ഈ അഡ്രസ് വെച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ് പോയിന്ററിൽ പഠിക്കാനുള്ളത്. അഡ്രസ് വെച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ്, അതും കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല, വളരെ സിമ്പിൾ ആണ്. കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അത് പുതിയൊരു കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് പൈത്തണിൽ നിങ്ങൾ പഠിക്കാത്തൊരു കാര്യമാണ് പോയിന്റർ. അതാണ് മൊഡ്യൂൾ 4ന്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ഫയലിന്റെ കൺസെപ്റ്റ് ആണ്. ഇത് ഓൾറെഡി നിങ്ങൾ പൈത്തണിൽ പഠിച്ചതാണ്. അതായത് ഒരു മെമ്മറിയിൽ വാല്യൂ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. ഒന്ന്, കമ്പ്യൂട്ടറിന്റെ പ്രൈമറി മെമ്മറിയിൽ വാല്യൂ സ്റ്റോർ ചെയ്യാം. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ റാമിനകത്ത് വാല്യൂ സ്റ്റോർ ചെയ്യാം. രണ്ടാമത്തത് കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി മെമ്മറിയിലും വാല്യൂ സ്റ്റോർ ചെയ്യാം. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രൈമറി മെമ്മറിയിലാണ് നിങ്ങൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ആ വാല്യൂ അവിടുന്ന് മിസ്സായി പോകും. ഒരു സ്റ്റുഡന്റിന്റെ മാർക്സ് നിങ്ങൾ റീഡ് ചെയ്തെന്ന് പറഞ്ഞാൽ കരുതുക, ഒരു പ്രോഗ്രാമിനകത്ത് സ്റ്റുഡൻസിന്റെ ഒരു 10 സബ്ജക്റ്റുകളുടെ മാർക്ക് റീഡ് ചെയ്തെന്ന് കരുതുക. അത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റർ ദ മാർക്സ് ഫോർ ഫസ്റ്റ് സബ്ജക്ട്, എൻ്റർ ദ മാർക്സ് ഫോർ സെക്കൻഡ് സബ്ജക്ട് പറഞ്ഞിട്ട് അങ്ങനെ 10 സബ്ജക്റ്റുകളുടെ മാർക്ക് റീഡ് ചെയ്തെന്ന് കരുതുക. എന്നിട്ട് കുട്ടിയുടെ ആവറേജ് കണ്ടു, അത് പ്രിന്റ് ചെയ്തു, പ്രോഗ്രാം സ്റ്റോപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ എൻ്റർ ചെയ്ത മാർക്കെല്ലാം മെമ്മറിയിൽ നിന്ന് പോകും. അവിടെ ഈ മാർക്കെല്ലാം സ്റ്റോർ ചെയ്തുള്ളത് റാമിനകത്താണ്, പ്രൈമറി മെമ്മറിക്കകത്താണ്. സോ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞൊരു വോളട്ടൈൽ ഡിവൈസ് ആണ്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. പക്ഷെ ഫയൽ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി മെമ്മറിയിലാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്തിരുന്നെങ്കിൽ ആ മെമ്മറിയിൽ നിന്നും വാല്യൂ മിസ്സാകില്ല. നിങ്ങൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ആ വാല്യൂ അവിടെ ഉണ്ടാവും, സെക്കൻഡറി മെമ്മറിയിൽ ഉണ്ടാവും. അപ്പൊ സെക്കൻഡറി മെമ്മറിയിൽ ഒരു ഫയലായിട്ട് നിങ്ങൾക്ക് വാല്യൂ സ്റ്റോർ ചെയ്യേണ്ട കൺസെപ്റ്റ് ആണ് ഫയൽസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓൾറെഡി നിങ്ങൾ പൈത്തണിൽ ഫയലിന്റെ കൺസെപ്റ്റ് പഠിച്ചതാണ്. അതേ ലോജിക്ക്, അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ സിൻടാക്സിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു സി പ്രോഗ്രാമിന്റെ അകത്ത് പഠിക്കാനുള്ള ഡിഫറെന്റ് ടോപ്പിക്സ് വരുന്നത്. ഇനി ഇതിന്റെ ഒരു അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത്, സി പ്രോഗ്രാമിംഗ് പഠിച്ചാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. മൊഡ്യൂൾ 1 ഞാൻ പറഞ്ഞു സി ഫണ്ടമെന്റൽസ് ആൻഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്?
ഈ മെയിനായിട്ടും കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, ഈഫ് എൽസ് വൈൽ ലൂപ്പ് പോലുള്ള സ്റ്റേറ്റ്മെന്റ്സ്, എബിലിറ്റി ടു സിമുലേറ്റ് ഡിസിഷൻ മേക്കിംഗ് ടാസ്ക്, കൺട്രോൾ ഫ്ലോ ഓപ്പറേഷൻസ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളൊരു റോബോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. ഒരു റോബോട്ടിന് ഡിസൈൻ ചെയ്യാണ്, ഒരു പാത്ത് ഫൈൻഡിങ് റോബോട്ട്. റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു റോബോട്ട് അല്ല, അതൊരു മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു റോബോട്ടാണെന്ന് കരുതുക, പാത്ത് ഫൈൻഡിങ് റോബോട്ട്. അപ്പോൾ അതിങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒബ്ജക്ട്സ് മുന്നിൽ വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒബ്ജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പാത്ത് ഡൈവേർട്ട് ചെയ്യണം, ഒന്നുകിൽ ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ റൈറ്റിലോട്ട്, എന്നിട്ട് പ്രോപ്പർ പാത്തിലൂടെ മൂവ് ചെയ്യണം. നിങ്ങൾ ഓട്ടോണമസ് വെഹിക്കിളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് ഈഫ് ആൻ ഒബ്ജക്ട് അല്ലെങ്കിൽ ഒബ്ജക്ഷൻ കംസ് ഇൻ ഫ്രണ്ട് ഓഫ്, എന്ത് ചെയ്യണം, ഡൈവേർട്ട് ദ പാത്ത് അല്ലേ. അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരു ഒബ്ജക്ഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പാത്ത് ഡൈവേർട്ട് ചെയ്യാം, വരികയാണെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ആണ് അല്ലേ. അപ്പൊ അതുപോലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ റോബോട്ടിന് ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട കേസ് വരാം റോബോട്ട് അല്ലേ. ഇപ്പോൾ ഒരു എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന റോബോട്ട്സ് ഒരു എന്തെങ്കിലും പ്രൊഡക്റ്റ് മേക്ക് ചെയ്യേണ്ടതിൽ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു സാധനം പിക്ക് ചെയ്തിട്ട് വേറൊരു ബാസ്ക്കറ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ഇതേ കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അവിടെ എന്താണ്, ഒരു ലൂപ്പാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കേസിലും ഇവിടെ വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ പോലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി പൈത്തണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് വരുന്നത്. അതുപോലെ അറേസ് ആൻഡ് സ്ട്രിങ്സ് മൊഡ്യൂൾ 2 വന്നു കഴിഞ്ഞാൽ മെട്രിക്സ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രിംഗ് മാനിപ്പുലേഷൻസ്. ഇപ്പൊ മെട്രിക്സ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 2 ഡയമെൻഷണൽ മെട്രിക്സ് ഫോർ എക്സാമ്പിൾ. അവിടെ എങ്ങനെയാണ്, റോസും കോളംസും ഉണ്ട്. ഈ മെട്രിക്സിന്റെ അപ്ലിക്കേഷൻ എവിടെയാണ് കമ്പ്യൂട്ടറിൽ വരുന്നത്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത്, നിങ്ങൾ ഇമേജ് കേട്ടിട്ടുണ്ടായിരിക്കും. ഇമേജിനെ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുക മെട്രിക്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഡിജിറ്റൽ ഇമേജ് ആണ്. ഈ ഡിജിറ്റൽ ഇമേജിനെ കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെന്റ് ചെയ്യണം അല്ലെ. ഒരു ഇമേജിനെ കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു മെട്രിക്സ് ഫോർമാറ്റാണ് റെപ്രസെന്റ് ചെയ്യുക. റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അവിടെ ഓരോ റോയിലും ഓരോ വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ കോളത്തിലുള്ള ഓരോ വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് പിക്സൽ വാല്യൂസ് ആണ്, ആ ഇമേജിന്റെ പിക്സൽ വാല്യൂസ് ആണ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ അവിടെ വരുന്നത്, മെട്രിക്സിന്റെ അപ്ലിക്കേഷൻ വരുന്നത്. ഇനി സ്ട്രിങ്ങിന്റെ കേസ് ആണെങ്കിലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചില വെബ്സൈറ്റിലൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പാസ്വേഡ് ഒരു മിനിമം അറ്റ്ലീസ്റ്റ് ഇത്ര ക്യാരക്ടർ വേണം, അല്ലെങ്കിൽ സ്പെഷ്യൽ സിമ്പിൾസ് വേണം, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടർ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അവിടെ ഒരു സ്ട്രിംഗ് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഇതൊക്കെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അവിടെയാണ് സെക്കൻഡ് മൊഡ്യൂളിന്റെ അപ്ലിക്കേഷൻ വരുന്നത്. തേർഡ് മൊഡ്യൂൾ ഫംഗ്ഷൻസ്, സ്ട്രക്ചേഴ്സ് ആൻഡ് സ്റ്റോറേജ് ക്ലാസസ്, എബിലിറ്റി ടു ഡിവൈഡ് ദി കോംപ്ലക്സ് ടാസ്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ചും കൂടി മാനേജബിൾ സബ് ടാസ്ക് ആക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ 3 പഠിക്കുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ പോയിന്റേഴ്സ് ആൻഡ് ഫയൽ ഓപ്പറേഷൻസ് ആണ്. അതായത് എബിലിറ്റി ടു സ്റ്റോർ ആൻഡ് മാനിപ്പുലേറ്റ് ഡാറ്റ പെർമനന്റ്ലി ഇൻ മെമ്മറി. കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ പെർമനന്റ് ആയിട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊഡ്യൂൾ 4 പഠിക്കണം. ഓക്കെ. അതുപോലെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്ത് വീണ്ടും സേവ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഫോട്ടോഷോപ്പിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയറിനകത്തൊക്കെ ഇമേജ് എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നാളെ വീണ്ടും സിസ്റ്റം ഓപ്പൺ ചെയ്ത് സെയിം ഫയൽ വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫയലിനെ പെർമനന്റ് ആയിട്ട് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതുപോലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് ഫയൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് ഈ ഒരു മൊഡ്യൂളിന്റെ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഒരു സബ്ജക്റ്റിന്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ. അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് അടുത്തത് മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.